PMR ഷോ ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനോനിലയെ ഇളക്കിവിട്ട് ലാഭം കൊയ്യാനുള്ളൊരു ബിസിനസ് തന്ത്രം എന്ന നിലയിലാണ്. ഒരു ആവറേജ് സിനിമയായി മാത്രം തിയേറ്ററുകളിൽ കളം വിടേണ്ട ഈ സിനിമ 200 കോടി ക്ലബിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇതിന് പിന്നിൽ വിവാദമുണ്ടാക്കിയവർക്കുണ്ടോ എന്നുള്ളതാണ്. സുരേഷ് ഗോപി എൻ്റെ പേര് ആ ടൈറ്റിൽ കാർഡിൽ നന്ദി പറയാൻ വേണ്ടി ഉപയോഗിക്കരുതെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതും ഒരു ബിസിനസ് പ്രൊമോഷൻ്റെ ഭാഗമായ ഒരു പ്രതികരണത്തിലാണോ യഥാർത്ഥത്തിൽ? അറിഞ്ഞോ അറിയാതെയോ? ഒരു നിലയ്ക്കും ഞാൻ അങ്ങനെ കരുതുന്നില്ല എന്ന് മാത്രമല്ല, എങ്ങനെയാണ് 2025 സംഘപരിവാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ നവഫാസിസം സമൂഹത്തിൽ ഇടപെടുന്നത് എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതായത് സമൂഹത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാംസ്കാരിക ഇടപെടലിനെ, ഒരു ശബ്ദത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഭരണകൂടത്തിൻ്റെതായ പ്രത്യക്ഷത്തിലുള്ള ഒരു ഉപകരണവും വേണ്ട, ഞങ്ങൾ വിതയ്ക്കുന്ന ഭയം മാത്രം മതി എന്ന് സംഘപരിവാർ നമ്മുടെ മുൻപിൽ കാണിച്ചു തരാണ്. ആ നിലയിലേക്കുള്ള ഇടപെടലാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ വളരെ രസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള വലതു നിരീക്ഷകൻ്റെ വാദം കേൾക്കുന്നതിന് വേണ്ടി, അതൊരു കേവലം സിനിമ മാത്രമാണ്, അതിൻ്റെ ഡിസ്ക്ലൈമറിൽ ഉണ്ടല്ലോ, നിങ്ങളെന്തിനാ അതിനെ ചരിത്രത്തോട് കൂട്ടിക്കെട്ടുന്നത് എന്നുള്ള നിലയിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വാദം വരുമ്പോൾ വളരെ രസമുണ്ട് കേൾക്കാൻ. കാരണം കഴിഞ്ഞ 3 ദിവസമായി ഇക്കൂട്ടരുടെ വാദങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല. ആ ചലച്ചിത്രം പുറത്തേക്ക് വന്ന ഏറ്റവും ആദ്യം ആക്രോശവുമായി പുറത്തേക്ക് ഇറങ്ങിയത് RSSൻ്റെ നേതാക്കളായിരുന്നു. കേരളത്തിലെ എണ്ണം പറഞ്ഞ് സാധാരണ ഇത്തരത്തിലൊരു വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ BJP നേതാക്കളാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങുകയെന്നുണ്ടെങ്കിൽ, ഇത്തവണ RSSൻ്റെ നേതൃത്വമായിരുന്നു ഏറ്റവും ആദ്യം ആക്രോശങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങിയത്. അതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ പ്രതീക്ഷിച്ചിരുന്നൊരു കണ്ടൻറ്റേ ആയിരുന്നില്ല. ഇത്തരത്തിലൊരു കണ്ടൻറ്റ് സമകാലിക ഇന്ത്യയിൽ ഒരു ചലച്ചിത്രത്തിനകത്ത്, അതും ഇതുപോലെ പാൻ ഇന്ത്യൻ സിനിമയ്ക്കകത്ത്, ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടത്തിനകത്ത്, ഈ നാട്ടിലെ ഈ രാജ്യത്തെ സിനിമാ പ്രേമികളാകെ കാത്തിരിക്കുന്ന ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാകുമെന്നുള്ളത് അവരൊരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് ആദ്യഘട്ടം മുതലുള്ള അവരുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നേരത്തെ വലത് നിരീക്ഷകൻ സൂചിപ്പിച്ചു, ചില വിമർശനങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളത്. ആർക്കൊക്കെയോ ആയിരുന്നു വിമർശനം, പബ്ലിക്കിനായിരുന്നു വിമർശനം, കണ്ട ആളുകൾക്കായിരുന്നു വിമർശനം എന്നൊക്കെയാണ് ഇപ്പോഴുള്ള അവരുടെ ഭാഷ്യങ്ങൾ. എന്തൊക്കെയായിരുന്നു വിമർശനമായിരുന്നു ഉയർന്നു വന്നത്? വിമർശനമായിരുന്നില്ല, വിദ്വേഷ പ്രചരണമായിരുന്നു ഉയർന്നു വന്നത്. വലിയ ആൾക്കൂട്ട വിചാരണയാണ് ഈ ദിവസങ്ങളിൽ നടന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ഈ നാട്ടിലെ BJPയുടെ നേതാക്കളുണ്ടായിരുന്നു. ആ BJPയുടെ നേതാക്കളിൽ ചിലരാണ് യുവമോർച്ചയുടെ സംസ്ഥാന നേതാവാണ് പറഞ്ഞത് പൃഥ്വിരാജിന് IS ബന്ധമുണ്ട്, അദ്ദേഹത്തിന് തീവ്രവാദ ഫണ്ടിങ് ഉണ്ട്. കഴിഞ്ഞ തവണത്തെ അവരുടെ BJPയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ പറഞ്ഞത് മോഹൻലാലിൻ്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു കളയണം. അതേപോലെ തന്നെ BJP ഏറ്റവും ഒടുവിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന ഭാരവാഹി, അദ്ദേഹം പറഞ്ഞത് എന്താ? മല്ലിക സുകുമാരൻ അവരുടെ മരുമകളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി തയ്യാറാകണം. ഈ നിലയ്ക്കുള്ള നെറികെട്ട ആക്രോശങ്ങളായിരുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഓർഗനൈസർ 4 ലേഖനങ്ങൾ ഈ 3 ദിവസത്തിനിടയിൽ എമ്പുരാനുമായി ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്യുന്ന നിലയുണ്ടായി. ഈ 4 ലേഖനങ്ങളുടെ ആകെ തുക എന്താ? ആകെ തുക എന്നുള്ളത്, ഒന്നവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പൃഥ്വിരാജും അദ്ദേഹത്തിൻ്റെ ക്രൂവും രാജ്യവിരുദ്ധരാണ്. രണ്ടാമതായി അവർ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പൃഥ്വിരാജ് തീവ്രവാദിയാണ്, അദ്ദേഹത്തിന് തീവ്രവാദ ബന്ധമുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി തങ്ങൾക്കെതിരായ ശബ്ദങ്ങളോട് എങ്ങനെയാണോ ഇക്കൂട്ടം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഏറ്റവും പുതിയ രൂപമാണ് ഓർഗനൈസർ മുതൽ. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓർഗനൈസർ പറയുന്നത് അത് ഓരോ കഥാസന്ദർഭങ്ങളെ എടുത്തുകൊണ്ട് പറയുന്നു. ബാക്കി അദ്ദേഹത്തിന്റെ മുൻ സിനിമകളെ കുറിച്ചുള്ള നിലപാട് പോട്ടെ. ഇതിൽ ഈ പ്രധാന കഥാപാത്രം പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് ജെയ്ഷെ മുഹമ്മദുമായിട്ടും ലഷ്കർ-ഇ തൊയ്ബയുമായിട്ടും അവരുടെ കുപ്രസിദ്ധ ഭീകരന്മാരുടെ പേരുകൾ അടർത്തിയെടുത്ത് ഒരു പേരുണ്ടാക്കി ഒരു നായക നടൻ കൊടുക്കുന്നു. ആ നായക നടൻ ചരിത്രത്തെ ഓർമ്മിപ്പിക്കും വിധത്തിൽ എങ്ങനെയാണോ ഖർഗോഷ് എന്ന് പറയുന്ന ഇറാഖിലെ ഒരു പള്ളിയിൽ ISIS തീവ്രവാദികൾ ആക്രമണം നടത്തിയത്, സമാനമായ സാഹചര്യത്തിൽ ഒരു ആക്രമണം വ്യത്യസ്തമായൊരു കോണ്ടെക്സ്റ്റിൽ നടത്തുന്നു, അവിടെ ഒരു കുരിശൊടിഞ്ഞു വീഴുന്നു. ആ ചിത്രങ്ങളുമൊക്കെ ക്രിസ്ത്യൻ സെൻറ്റിമെൻസിനെ കൂടി യഥാർത്ഥത്തിൽ മുറിവേൽപ്പിക്കില്ലേ എന്നാണ് ഓർഗനൈസർ ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരം ചില രംഗങ്ങൾ ബോധപൂർവം ഈ അടർത്തിയെടുക്കുമ്പോൾ ISISനെ പോലെയുള്ള തീവ്രവാദ സംഘടനകളെ ന്യായീകരിക്കുന്നുണ്ടോ എന്നതാണ് ഓർഗനൈസർ ചോദിക്കുന്ന ചോദ്യം. അല്ല, ഇതിൽ ഡോക്ടർ അരുൺ ഈ ചിത്രം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ 2 തവണ ഈ സിനിമ കണ്ടു. അതിൽ ആ നിലയിൽ ഇപ്പോൾ ഒരു വർഗീയതയെയും ഈ സിനിമയുടെ വളരെ കോറായിട്ടുള്ള ഒരു മെസ്സേജ് ഈ പറഞ്ഞ പോലെ മതത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിലർ എന്നുള്ളത് തന്നെയാണ്.
എല്ലാ വർഗീയ ഇടപെടലുകളെയും വളരെ കൃത്യമായി തള്ളിപ്പറയുന്നതിന് വേണ്ടിയും അത് തെറ്റാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ഈ സിനിമയുടെ നിർമ്മാതാക്കൾ, ഈ സിനിമ ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിച്ച ആളുകൾ നല്ല ജാഗ്രത കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് 2 തവണ സിനിമ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ ഇപ്പോൾ RSSന്റെ മുഖപത്രം റിസർച്ച് ചെയ്തതിനേക്കാൾ വലിയ റിസർച്ച്, അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ അല്ലെങ്കിൽ ഇന്നിപ്പോൾ നടന്നിട്ടുള്ള എഡിറ്റ് കാണുമ്പോൾ എന്തെല്ലാമായിരുന്നു ഇക്കൂട്ടരെ ഭയപ്പെടുത്തി എന്നുള്ളത് ക്ലാരിറ്റി വരെയാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും അധികം എഡിറ്റ് നടന്നിട്ടുള്ളത് ബാബു ബജ്റംഗിയായി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേരാണ്. ആ പേരിനെ ഇവർ ഭയപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ തലമുറയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനകത്തുള്ള ഒരു വലിയ ശതമാനം ഈ പറഞ്ഞ ഗുജറാത്ത് കലാപത്തിൻ്റെ വലിയ ആഴങ്ങളിലേക്ക് കടന്നു പോയിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ബാബു ബജ്റംഗി എന്ന് പറയുന്ന തീവ്രവാദിയെ പരിചിതമല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്കൊക്കെ ഇദ്ദേഹത്തെ ഈ ക്രിമിനലിനെ പരിചയപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെയൊക്കെ മുൻപിലേക്ക് ബോധപൂർവം ഈ കാലഘട്ടത്തിൽ സംഘപരിവാർ ഇന്ത്യയിൽ മായ്ച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ചരിത്രത്തിലെ ഏടുകൾ വീണ്ടും ഓർമ്മപ്പെടുത്തി എന്ന വളരെ കൃത്യമായിട്ടുള്ള എന്താ പറയുക രാഷ്ട്രീയ ദൗത്യം ഈ സിനിമ ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതിലേക്ക് കൂടി വരാം. എനിക്ക് ആ പോയിന്റിൽ നമുക്കൊരു തുടർ ചർച്ച ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ സിനിമ സംഘപരിവാറിനെ എക്സ്പോസ് ചെയ്തോ ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് എന്നുള്ളതാണ്. ഇനി വരും ദിനങ്ങളിലും വെട്ടിമാറ്റിയാലും ബാബു ബജ്റംഗിയും ഈ കൗസർ ബാനുവും ബിൽക്കിസ് ബാനുവും നരോദ പാട്ടിയും ഒപ്പം ഗോദ്ര സംഭവവും അഹമ്മദാബാദ് റയട്ടും ഒപ്പം ഹിരൺ പാണ്ഡ്യനും ഒപ്പം ഇവരെ സഹായിച്ച IB ഉദ്യോഗസ്ഥനും അതോടൊപ്പം ഇവരെ സഹായിച്ച ഭരണകൂട ഏജൻസിയും എങ്ങനെയാണ് മതത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കെട്ടുന്നത് എന്നുള്ളതുമെല്ലാം കേരളം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു, തിരിച്ചറിയുന്നുണ്ട്. സംഘപരിവാറിൻ്റെ സ്ത്രീവിരുദ്ധത വിത്തിൻ ഇൻവേർട്ടഡ് കോമ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ സ്ത്രീകളോടുള്ള അതിക്രമം, ഇത്തരം കാര്യങ്ങളെല്ലാം എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. Debate with Dr. Arun Kumar.